ഒറ്റയടിക്ക് 2 വള്ളത്തിൽ. അടിപൊളി അടിപൊളി. കണ്ടോ, ഇതൊക്കെ അപൂർവമാണ്. കറങ്ങണുണ്ട്. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് ചുങ്കത്താണ്. നമ്മൾ ചുങ്കത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തെറ്റാലിയില്ലേ, തെറ്റാലി ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, പേര് സതീഷ്. അപ്പം ഇദ്ദേഹം ആലപ്പുഴയിൽ ഒരു ശിങ്കാരി വെള്ളമൊക്കെ ഉണ്ട്, അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നല്ല ഒരാഴ്ചയായിട്ട് അവർക്ക് ഓട്ടമൊക്കെ കുറവാണ്. അപ്പം അദ്ദേഹമാണ് ഇന്ന് നമ്മൾ തെറ്റായിട്ട് വന്ന് തെറ്റുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തെറ്റുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുതരാം. ഇത് കണ്ടോ, ഇതാണ് സാധനം. കണ്ടോ, നമ്മുടെ നാടൻ തെറ്റാലിയാണ്. കണ്ടോ, ഇതാ കണ്ടോ, അപ്പോൾ ഇതാണ് വലിച്ച് അവിടെ ഒരു ലോക്കുണ്ട്. ഇത് കണ്ടോ, ആ ലോക്ക് നമ്മളിടുകയാണ്. കണ്ടോ, ഈ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ സാധനം കണ്ടോ, അത് കണ്ടോ, അത് വെച്ചിരിക്കുന്നുണ്ടോ, കണ്ടോ, ഇത് വെച്ചിട്ട് അത് എന്നാ പറയുന്നത്, സ്വിച്ചോ എന്താ പറയുന്നത്, ഇതിന് കാഞ്ചി വലിക്കുക. എങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു വിരൽ ഇവിടെ പിടിക്കണം, ഒരു കണ്ടിക്കണം, കാഞ്ചി അടിക്കണം, പഠിച്ച് ഇത്രയുള്ള പരിപാടി. കണ്ടോ, ഇതിൻ്റെ പരിപാടി കണ്ടോ, ഇത് കണ്ടോ, ഇതേ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി അല്ലേ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല പവറാണ്. മറ്റേനെ പോലെ പവർ കുറവല്ല, ഇത് നല്ല പവറാണ്. കാരണം ടൈറ്റാണ് ഇതിൻ്റെ നല്ല ടൈറ്റ് ആയത് കാരണം നല്ല പവറാണ്. ഇപ്പം നമുക്ക് വെള്ളത്തിലടിക്കുമ്പോൾ കിടന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, കാണാം. ഇത് ഈ ചാണ് ഒന്ന് വലിച്ചു കെട്ടുവാണെങ്കിൽ ഇനിയും ടൈറ്റാകും, ഇനിയും പവറാകും. ഇപ്പം കണ്ടോ ഇതിൻ്റെ പരിപാടിയൊക്കെ, കണ്ടോ സാധനം കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, നല്ല ഷാർപ്പാണ്. കണ്ടോ, പിന്നെ കല്ലയിലൊക്കെ മുട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പോറലും ഇതൊക്കെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പയ്യെ ഇറങ്ങുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ പയ്യെ നേരെ നടക്കുകയാണ്. സൈഡിലൊക്കെ പോളയാണ്. അതുപോലെ തന്നെ ആവശ്യം പോലെ ഹൗസ് ബോട്ട് ഇവിടെ കെട്ടിവിടുന്നുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്കിന് പയ്യെ അവർ എടുക്കും. ഇത് കണ്ടോ, ഇത് വള്ളമാണ്, അത് വാടകയ്ക്ക് കൊടുക്കുന്ന വള്ളമാണ്. ആവശ്യക്കാർക്ക് നമുക്ക് തുഴയാനായിട്ട് ഇവർ വാടക കൊടുക്കണം. നമ്മൾ പയ്യെ സൈഡിൽ കൂടെ നടക്കുകയാണ്. പോളയുണ്ട്, അതൊരു വിഷയമാണ്. എന്തായാലും നമ്മൾ 2 എണ്ണത്തിനെ പൊക്കും, ഉറപ്പാണ്. ഈ റോഡിൽ കൂടെ ഓട്ടോയൊക്കെ വരുന്നതാണ്. അപ്പം ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ സിറ്റിയുടെ അടുത്ത പ്രദേശമാണ്. നമ്മളിങ്ങനെ അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ അടുക്കാനായിട്ടാണ്. ഈ സൗണ്ട് കേട്ടുകൊണ്ട് മീൻ അടിക്കും. അതുപോലെ ഈ ഷൂള പഠിക്കുന്നത് മീൻ എടുക്കാനായിട്ടാണ്. ഷൂള പഠിക്കുന്നത് അതുപോലെ തന്നെ ഈ സൗണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഈ അടിക്കുന്ന സൗണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കരിമീനും മീനൊക്കെയാണ്. അപ്പം നമുക്കവനെ തെറ്റിയെടുക്കാം. എനിക്ക് വീടും വായിക്കാം, ഇങ്ങനെ പോകാനും ഒക്കത്തില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു കറങ്ങനുണ്ട്. ചെറുപ്പ ചെറുതാണേ. ഇത് കണ്ടോ, നമ്മളടിക്കുന്നത് വിദേശികൾ വന്ന് നോക്കി നിൽക്കുക. എന്താ സാധനം അവിടെ നിൽപ്പുണ്ട്. പച്ചങ്ങ് നമുക്ക് പണി അടിപൊളി. എക്സ്പോർട്ടിൻ്റെ സൈഡിലിങ്ങനെ
ചെറിയ പറഞ്ഞത് ഏയ് അടുത്തത് കണ്ടോ കണ്ണടകത്തിരിക്കണം നിൽക്കുന്നില്ല അല്ലേ കുറുവ അടുത്ത ഒരു കുറുവായാണോ പുല്ലനാണോ കാരണം ഊരിപ്പോയി ഓ ആണ് പോലും മാറും നമുക്ക് വെള്ളം അടിയുണ്ട് എൻ്റെ ഈ ഞാണ് നല്ല ടൈറ്റ് ആയത് കാരണം നമ്മുടെ കാലിന് വലിച്ചെഴുതുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ പയ്യെ പോളയൊക്കെ മാറ്റിയിട്ട് പയ്യെ അവനെ വരും അവൻ സൗണ്ട് കേട്ടേ വരും ഒരടിയും കൂടെ അടിക്കാം അപ്പം അവൻ കയറി വരും ആ സൗണ്ട് കേട്ടോണ്ടേ അവൻ വരും ഉറപ്പായിട്ടും വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ പണി കൊടുത്തിരിക്കും ശകലം ക്ഷമയൊക്കെ വേണം മീൻ വരുന്നിടം വരെ എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്ഷമയും പിന്നെ ഉന്നവും വേണം ആ ഒരെണ്ണം വന്നിട്ടുണ്ട് ചെറുതാണ് കയറി വരുന്നത് വന്നിട്ടുണ്ട് ചെറുതാണ് കണ്ട ചെറിയ വെള്ളത്തിൽ കണ്ട അവൻ കയറിയിരിക്കുന്നുണ്ട അടിപൊളി ഈ തോട്ടിൽ കൂടെ ബോട്ട് പോകുന്ന റോഡാണ് നെടുമുടിക്ക് പോകുന്ന റൂട്ടാണ് ആലപ്പുഴ നെടുമുടിക്ക് പോകുന്ന ഈ റൂട്ടാണ് രാവിലെ ഒരച്ഛൻ കക്കയിറച്ചി പിടിക്കാനായിട്ട് വള്ളത്തിൽ വരുന്നുണ്ട് തുഴഞ്ഞ് വരുന്നുണ്ട് രാവിലെ കായലിൽ ഇറങ്ങി വാരിയിട്ട് പിടിക്കാനായിട്ട് വരുവാണ് കണ്ടാ തുഴഞ്ഞ് വരുക രാവിലെ വെളുപ്പിനെ ഇറങ്ങി കായലിൽ നിന്ന് വാരിയ കക്കയിറച്ചിയാണ് ഇത് കണ്ടോ എത്ര ചേട്ടാ കിലോ അര കിലോ 100 രൂപ അര കിലോ 100 രൂപ ചീപ്പ് റേറ്റ് റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ റേറ്റാണ് ഉണ്ടോ നമ്മുടെ കുട്ടനാട്ടിലെ സുലഭമായി കിട്ടുന്ന സാധനമാണ് സുലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര സുലഭമല്ല എങ്കിലും ഇപ്പൊ സീസൺ സമയം വലിയ കുഴപ്പമില്ല കിട്ടുന്ന സമയം അതെ അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇച്ചിരി വിഷമം അന്തരീക്ഷം മോശമല്ല അത് തന്നെയല്ല ഒരു സീസൺ ഉണ്ടാകുന്നത് നമ്മൾ മഴക്കാലമാകുന്ന മുമ്പ് ഒരുമാതിരിപ്പെട്ട വാരിയും കൊടുക്കും
അതേമാതിരി നമുക്ക് കിട്ടിയതെല്ലാം ചെറുതാണ് കേട്ടോ. ഇപ്പോൾ അടിച്ചിരിക്കുന്ന മൊത്തം ചെറുതാണ്. വലുതിനെ ഒന്നും കണ്ടില്ല നമ്മൾ ഇതുവരെയായിട്ടും. അടിച്ചിട്ട് കയറി വരുന്നതെല്ലാം ചെറുതാണ്. നോക്കാം വലുത് വല്ലതും വരുമോ ഇല്ലയോ എന്ന്. വന്നതല്ലേ. അടുത്തത് വന്നിട്ടുണ്ട്. മച്ചന്മാരെ 2 എണ്ണമായി ഇരട്ട അടിപൊളി. ഇത് കണ്ടോ, ഇതൊക്കെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അടിപൊളി സാധനം. കണ്ടോ അതിൻ്റെ കിടപ്പ് കണ്ടോ, അയ്യാ തകർത്ത്. കിടന്ന് കറങ്ങണുണ്ട്. ഇല്ലേ അടിപൊളി ചെറിയൊരു പള്ളത്തിൽ. മച്ചന്മാരെ നമ്മളിത് പരിപാടി നിർത്തുകയാണ്. വേറൊന്നുമല്ല, എല്ലാം ചെറുതാണ് നമുക്ക് കിട്ടുന്ന മൊത്തമേ. വലുതൊന്നും കയറി വന്നിട്ടില്ല. അപ്പം അവനെല്ലാം വലുതാകട്ടെ. അപ്പം നമുക്ക് 1 മാസം കൂടെ കഴിഞ്ഞിട്ട് പയ്യെ ഇറങ്ങാം. അപ്പം നമുക്ക് കിട്ടിയ മീൻ കാണണ്ടേ. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. വലുതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു 2-3 കിലോ സാധനം ഉണ്ടാകും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കണ്ടോ, ചത്തിട്ടൊന്നുമില്ല. കണ്ടോ, കിടന്ന് പടയ്ക്കുന്നത് കണ്ടോ.